ഹലോ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇത് ഇന്നലെ എടുത്ത വീഡിയോ ആണ് കേട്ടോ. പക്ഷേ ഞാൻ ഇന്നാണ് അപ്ലോഡ് ചെയ്യുന്നത്. കാരണം എന്താ വെച്ചാൽ എനിക്ക് നല്ല ജലദോഷം പിടിച്ചു കേട്ടോ. ആ തൊണ്ടവേദനയൊക്കെ ആയിരുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ ഇന്നലെ എനിക്ക് അത് എഡിറ്റ് ചെയ്യാനൊന്നും പറ്റിയിട്ടാണോ. അപ്പോൾ നമ്മൾ തെയ്യം കാണുന്ന ഉദ്ദേശത്തോടെയാണ് ലേറ്റായിട്ടാണ് വന്നത്. വൈകുന്നേരമാണ് വന്നത്. കൃത്യം ഒരു 5:45 നമ്മളിവിടെ എത്തി. അപ്പോൾ നമുക്ക് വേണ്ട രസീതെല്ലാം മുറിച്ച് വഴിപാട് കഴിക്കേണ്ട രസീതെല്ലാം മുറിച്ച് കഴിഞ്ഞതിന് ശേഷം ചായയും കുടിച്ചതിന് ശേഷം കൃത്യം അപ്പോഴത്തേക്ക് ഒരു 6:05 ആയിട്ടുണ്ട്. 6:15 തന്നെ തെയ്യം സ്റ്റാർട്ട് ചെയ്തു കേട്ടോ. അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ നമുക്ക് ഇതിൻ്റെ അകത്ത് കയറിയാൽ മുത്തപ്പൻ വെള്ളാട്ടം നടക്കുന്ന സമയത്ത് അകത്ത് കയറിയാൽ നമുക്ക് ക്യാമറ ഓണാക്കാൻ പറ്റില്ല, ഫോൺ എടുക്കാൻ പറ്റില്ല. അവിടെ ഫുൾ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. മൊബൈൽ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്യുക എന്ന് എഴുതിയിട്ടുണ്ട്. അറ്റ്ലീസ്റ്റ് നമ്മൾ സ്വിച്ച് ഓഫ് ചെയ്യുന്നില്ലെങ്കിൽ കൂടി നമ്മൾ ക്യാമറ ഓണാക്കി വീഡിയോ എടുക്കാൻ എന്തായാലും പറ്റില്ല. അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്തായാലും എന്താ ചെയ്തെന്ന് പറയാമല്ലോ, കാരണം എഴുതി വെച്ചിട്ട് നമ്മൾ എടുക്കാൻ. അതുകൊണ്ട് തന്നെ ഞാൻ തെയ്യത്തിൻ്റെ ഇതൊന്നും കാണിക്കുന്നില്ല കേട്ടോ. അപ്പം നമ്മൾ നേരെ എൻ്റെ ഫ്രണ്ടിലേക്ക് പോയി അവിടുന്ന് കാലൊക്കെ കഴുകി നമ്മൾ നേരെ അമ്പലത്തിൻ്റെ അകത്തേക്ക് കയറി. അപ്പോൾ അമ്പലത്തിനകത്തേക്ക് പോകുന്നത് വരെ ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ട്, പക്ഷേ അതിനകത്ത് എടുക്കുന്നില്ല കേട്ടോ. അപ്പോൾ എൻ്റെ ചാനൽ ആരും കാണുകയാണെങ്കിൽ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഞാൻ ഇനി ഇടുന്ന വീഡിയോസ് കിട്ടണമെങ്കിൽ ആ ബെല്ലൈക്കൺ കൊണ്ട് പ്രസ് ചെയ്യാം കേട്ടോ. അപ്പോൾ മുത്തപ്പൻ തെയ്യം കഴിഞ്ഞ് നമ്മൾ പുറത്ത് കുറച്ച് സമയം ഇരുന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇപ്പോൾ ഏകദേശം 8:45 ആയിട്ടുണ്ട് ടൈം. അപ്പോൾ ഇവിടെ ബോട്ടിങ്ങിൻ്റെ അതെല്ലാം അടച്ചിട്ടുണ്ട് കേട്ടോ. ഈ സമയത്ത് പിന്നെ ബോട്ടിങ് നടക്കില്ലല്ലോ. നമ്മൾ നേരത്തെ വരുന്ന സമയത്താണെങ്കിൽ ബോട്ടിങ് ഇതാക്കായിരുന്നു. അങ്ങനെ നമ്മൾ ഇവിടെ ഫുള്ള് നമുക്ക് എന്തൊക്കെയോ ചന്തകളായിരിക്കും ഉണ്ടാകും, ടോയ്സും അങ്ങനെ. അപ്പോൾ മെയിനായിട്ട് ഫുഡ് ആയതുകൊണ്ട് തന്നെ നമ്മൾ ഫുഡ് ഐറ്റംസ് കുറച്ച് വാങ്ങി. പിന്നെ ഞാനൊരു കമ്മലും കൂടി വാങ്ങിയിട്ടുണ്ടായിരുന്നു. ഭയങ്കര വിലയാണ് കേട്ടോ. നമ്മൾ നാട്ടിൽ ഇപ്പോൾ 30 രൂപയാണെങ്കിൽ ഇവിടെ അതിൻ്റെ ഇരട്ടിയായിരിക്കും, 60 രൂപയായിരിക്കും ആണെന്നാണ് എനിക്ക് അങ്ങനെയാണ് തോന്നുന്നത്, അറിയില്ല കേട്ടോ നേരെ. പക്ഷേ അങ്ങനെ ചോദിച്ചെടുത്ത് അങ്ങനെയായിരുന്നു. അങ്ങനെ നമ്മൾ വഴിയിലിറങ്ങി ഫുഡ് കഴിച്ചു കേട്ടോ. അപ്പോൾ നല്ലൊരു നോൺ വെജ് കഴിക്കണം തന്നെയായിരുന്നു ആഗ്രഹം. അപ്പോൾ ഏട്ടൻ പുട്ടും ബീഫും മിക്സ് ആക്കിയിട്ടുള്ള ഒരു ഐറ്റം വാങ്ങി. ഞാൻ അപ്പവും ചിക്കൻ കറിയും മിക്സ് ആക്കിയിട്ട് പിന്നെ ഒരു കാട ഫ്രൈയും കൂടി കഴിക്കുന്നുണ്ട്. കാട ഫ്രൈ ഞാൻ ഫസ്റ്റ് ടൈമാണ് കഴിക്കുന്നത്. അപ്പോൾ അത് കണ്ടപ്പോൾ എനിക്ക് കഴിക്കാൻ തോന്നി. പക്ഷെ എനിക്കത് കൊണ്ടുവന്നിട്ടാകുമ്പോൾ എനിക്കെന്തോ അതിനെ കാണുമ്പോൾ സങ്കടം തോന്നിയിട്ടാ. അങ്ങനെ ഞാനത് കാട ഫ്രൈ എന്ന് അവർ പറഞ്ഞു. അപ്പോൾ എനിക്കത് കഴിക്കണം തോന്നി. പക്ഷെ അത് കണ്ടിട്ടുണ്ടായിട്ടാണ്. ഞാൻ കണ്ട സമയത്ത് എനിക്കതെന്തോ അതിനങ്ങനെ ചെറിയ കുഞ്ഞിക്കോഴിയല്ലേ, അപ്പോൾ അങ്ങനെ കാണുമ്പോൾ എന്തോ ബേജാറായിട്ടാണ്. അപ്പോൾ നമ്മൾ ഭക്ഷണം കഴിച്ച് നേരെ വീട്ടിലേക്ക് എത്തുമ്പോൾ ഏകദേശം ഒരു 11 മണിയെല്ലാം ആയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ ഈ സഫ്വാൻ്റെ കടയോട് ബൈ ബൈ പറഞ്ഞു. നെക്സ്റ്റ് വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും ബൈ.